പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 4 വർഷം പ്രായമായിട്ടുള്ള സീതപ്പഴം കായ്ച്ചു കേട്ടോ. കായ്ച്ചതിൻ്റെ വീഡിയോ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിരുന്നു. ഒരെണ്ണം മാത്രം ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അണ്ണാരക്കണ്ണന്മാർ ചാടി കളിക്കുന്ന കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു എണ്ണം ശ്രദ്ധയിൽ പെട്ടത്. ഒരെണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു, വലയിട്ട് വെച്ചേക്കാണ്. ഇതും വലയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ണന്മാർ ചാടി കളിച്ചിട്ടാണോ എന്നറിയില്ല, അസ്വാഭാവികമായ രീതിയിൽ നിലത്ത് വീണ് കിടക്കണുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് ആ സീതപ്പഴം. എറിഞ്ഞ് പൊട്ടിച്ചിട്ട പോലെയാണ് കാണുന്നത്. ഇവിടെ ചതവുണ്ട്. അവർ കടിക്കാൻ നോക്കിയിട്ട് പൊട്ടി വീണ പോലെയാണ് തോന്നണത്. ഈ റെഡ് സീതപ്പഴത്തിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തണ്ട് സ്റ്റെമ്മ് ഭയങ്കര കട്ടിക്കുറവെന്നല്ല, ഉറപ്പില്ല, ഒടിഞ്ഞു പോരും. അപ്പോൾ അതുപോലെ തന്നെയാണോ അതിൻ്റെ ഞെട്ടെന്ന് അറിയില്ല. ഇത് മൂത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പഴുക്കോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ചുവന്ന സീതപ്പഴത്തിൻ്റെ ഇല കണ്ട് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയാം. ഇതൊക്കെ മണ്ണിൽ വീണിട്ട് കളറായിട്ടുള്ളതാണ് കേട്ടോ. നല്ല കളറ് വരേണ്ടതാണ്. ഇത് മൂത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അണ്ണാരക്കണ്ണന്മാർ കടിച്ചില്ലെങ്കിൽ ആ 2 പഴമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും. ഇത് ഗോൾഡൻ സീതപ്പഴത്തിൻ്റെ ഇല, ഇത് നാടൻ സീതപ്പഴത്തിൻ്റെ ഇല, ഇത് റെഡ് സീതപ്പഴത്തിൻ്റെ ഇല. ഈ റെഡ് സീതപ്പഴം കായ്ക്കുന്നതിന് മുന്നേ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ്സ് ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോൾ ഇത് റെഡാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇല ഇട്ടപ്പോൾ സമയത്ത് അവർ റെഡ് എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. അവർ പറയുന്നത് റെഡ് സീതപ്പഴത്തിൻ്റെ ഇലയുടെ ഈ ഞെട്ടി നോടിൻ്റെ ഈ ഭാഗത്ത് റെഡ് ഷെയ്ഡ് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇതിപ്പം കട്ടി കുറവുള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇത് മൂത്ത ഇലയുടെ ഇവിടെ എനിക്കങ്ങനെ റെഡ് പിടി കിട്ടുന്നില്ല. ഇവിടെ അങ്ങനെ റെഡ് വരുന്നുണ്ടോ എന്നറിയില്ല. ഈ ഇലയുടെ ഈ ഭാഗത്തെ ഇങ്ങനെ ഈ ഭാഗത്ത് ഒരു റെഡ് ആണ് പറയണത്. ഇത് നാടനാണ്, പക്ഷെ ഇതിപ്പോൾ തണലത്ത് നിന്ന് പറഞ്ഞ നാടൻ സീതപ്പഴമാണ്. ഇത് നല്ല വെയിലത്താണ്, അതുകൊണ്ടാണോ കളർ വ്യത്യാസം എന്നറിയില്ല. പിന്നെ ഇത് വേറൊരു ഇതിലാണ്. അപ്പോൾ വെള്ളവും വളവും വെയിലും ഒക്കെ വീണിച്ച് ചെടിയുടെ ഇലയുടെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ ഇലയുടെ ഷേപ്പൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്, കണ്ടില്ലേ. പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ പലരും കമൻറ്റ് ചെയ്യിനി പച്ച, മഞ്ഞ, ചുവപ്പ് ഇതിലേത് സീതപ്പഴമാണ് നല്ലതെന്ന്. ഞാൻ പച്ച നാടൻ സാധനം പറയുള്ളൂ. ചുവപ്പ് എന്താണെന്ന് വെച്ചെങ്കിൽ ചുവപ്പിന് കാപ്പിടുത്തം കുറവാണ്, യെല്ലോയ്ക്കും കാപ്പിടുത്തം കുറവാണ്. അത് ഹാൻഡ് പോളിനേറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ യോജിക്കുന്ന നാടൻ സീതപ്പഴത്തിൻ്റെ ഇത് തന്നെയാണ്. പക്ഷേ മഞ്ഞ സീതപ്പഴത്തിൻ്റെ പിടിച്ച് കിട്ടിയ സൂപ്പറാണ്. കാരണം എനിക്ക് മഞ്ഞ സീതപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അത് സാധാ സീതപ്പഴത്തിൻ്റെ ടേസ്റ്റേ അല്ല, നല്ല ഫ്ലേവറാണ്. കടയിൽ നിന്ന് ഞാൻ 200 രൂപ കിലോ വന്നാലും ഞാൻ വാങ്ങി കഴിക്കുന്ന ആ സാധനമാണ്. അപ്പോൾ പിടിച്ച് കിട്ടിയ ഭാഗ്യം. പിന്നെ ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുത്താലേ അത് പിടിക്കുകയുള്ളൂ എന്നാണ് പറയണത്. പിന്നെ ഈ നാടൻ സീതപ്പഴത്തിൻ്റെ ടേസ്റ്റില്ലേ, നാടൻ സീതപ്പഴത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഈ നാടൻ സീതപ്പഴവും റെഡ് സീതപ്പഴവും തമ്മിൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തിരി മധുരം കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് എന്തായാലും പൊട്ടിച്ച് വെച്ച ഈ സീതപ്പഴം പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടേസ്റ്റ് പറയാം. പക്ഷേ ചെടിയിൽ നിന്ന് മൂത്ത് പഴുത്തതും പൊട്ടിച്ച് വെച്ച് പഴുപ്പിച്ചതിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇടാം. റെഡ് സീതപ്പഴത്തിന് ഒരു പ്ലേലിസ്റ്റും റെഡിയാക്കാം. ഇത് അത്രയ്ക്ക് ചുവപ്പ് വന്നിട്ടില്ല, നോക്കട്ടെ അടുത്ത സീതപ്പഴം നല്ല ചുവപ്പിൽ പൊട്ടിക്കാൻ പറ്റുമെന്ന്. അണ്ണാരക്കണ്ണന്മാർ കൈ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൻ്റെയും കൂടെ വീഡിയോ ഇടാം.